ഹലോ ഫ്രണ്ട്സ്, ഈ വീഡിയോ ക്ലിയർ റീറ്റെയിനറിനെ കുറിച്ചാണ്. പലരും കമ്പി ഊരിയ ശേഷം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ക്ലിയർ റീറ്റെയിനർ. കമ്പി ഇടുന്നതിന് പകരം ഉപയോഗിക്കുന്നതാണ് ക്ലിയർ അലൈനേഴ്സ്. ഒറ്റക്കമ്പി ഇടുന്ന സമയത്ത് ഓക്കാനം വരുന്നുണ്ട്, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ആ കമ്പി ഭാഗം അഭംഗിയായി തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലിയർ റീറ്റെയിനേഴ്സ് ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. ഒറ്റക്കമ്പിനെ അപേക്ഷിച്ച് ഇത് കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിരിക്കും. ഇനി ഇതെങ്ങനെയാണ് ഇടുന്നതെന്ന് നോക്കാം. ഇതുപോലെ മുകളിലത്തെ വരിയില കറക്റ്റായി വെച്ച ശേഷം മുൻഭാഗത്ത് അമർത്തി അണപ്പല്ലിൻ്റെ ഭാഗത്തും അമർത്തി കൊടുക്കുക. ഇനി ഇത് ഊരുന്നത് ബാക്ക് സൈഡിൽ വെച്ചിട്ടാണ്. നമ്മുടെ 2 വിരലുകൾ അണപ്പല്ലിൻ്റെ ഭാഗത്തായി കൊണ്ടുപോയി ഒരു ഭാഗം ഊരിയ ശേഷം അടുത്ത ഭാഗം ഇതുപോലെ ഊരുക. ക്ലിയർ റീറ്റെയിനർ റേറ്റ് ഓരോ ക്ലിനിക്ക് അനുസരിച്ച് ഡിഫറെൻ്റ് ആയിരിക്കും. എന്നാൽ ഏകദേശം 1500 മുതൽ 3000 വരെ വാങ്ങുന്ന ക്ലിനിക്കുകളും ഉണ്ട്. ഇനി കുറച്ച് സംശയങ്ങൾക്കുള്ള ഉത്തരമായാലോ. ക്ലിയർ റീറ്റെയിനർ ശരിക്കും കാണില്ലേ? അത് സത്യം പറഞ്ഞാൽ ദൂരെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണില്ല. എന്നാൽ അടുത്ത് വന്നു കഴിഞ്ഞാൽ ചെറുതായിട്ടൊരു ഗ്ലാസ് പോലെ എന്തോ നമ്മുടെ പല്ലിലിരിക്കുന്നത് പോലെ കാണാം. പിന്നെ ഈ ക്ലിയർ റീറ്റെയിനർ ഉപയോഗിക്കുന്ന സമയത്ത് നിങ്ങൾ ഒന്നും തന്നെ കഴിക്കരുത്. ഈവൻ ജ്യൂസ് അല്ലേ വെച്ചിട്ട് അത് കുടിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം സ്റ്റെയിൻ ആവാൻ കാരണമാവണം കേട്ടോ. അതുപോലെ കട്ടിയില്ലാത്ത പഴം കഴിക്കുക, ഇതെല്ലാം ചെയ്യരുത്. കാരണം ഇത് പൊട്ടിപ്പോവാൻ ഇടയാവുന്നു. ഇത് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് റിപ്പയർ ചെയ്യാൻ പറ്റില്ല. ഒറ്റക്കമ്പി പോലെ റീപ്ലേസ് ചെയ്യേണ്ടി വരുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ ഓരോ തവണ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലും വായ നല്ല രീതിയിൽ ശുചിയാക്കിയ ശേഷം മാത്രം ക്ലിയർ റീറ്റെയിനേഴ്സ് ഉപയോഗിക്കുക. റീറ്റെയിനേഴ്സ് ഊരി വെക്കുന്ന സമയത്ത് എപ്പോഴും ഒരു റീറ്റെയിനർ ബോക്സിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അടപ്പുള്ള ബോക്സിൽ എടുത്തു വെക്കാനായി ശ്രദ്ധിക്കുക. ഒരുപാട് പേസ്റ്റ് എടുത്ത് ബ്രഷ് ഉപയോഗിച്ച് ക്ലിയർ റീറ്റെയിനേഴ്സ് വൃത്തിയാക്കരുത്. ഇങ്ങനെ വൃത്തിയാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ ക്ലിയർ റീറ്റെയിനേഴ്സിൽ സ്ക്രാച്ച് വീഴാൻ ഇടയാവുന്നു. റണ്ണിങ് വാട്ടറിൽ ബ്രഷ് ഉപയോഗിച്ച് വൃത്തിയാക്കുന്നതാണ് നല്ലത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ഉറപ്പായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.